ഹായ് ഗൈസ്. സോ ഇത്രയും നാളും നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നെ സ്വിച്ച് കേസ് എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ. സോ ഞാൻ പറഞ്ഞു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും അൺഅവോയ്ഡബിൾ ആണെന്നുള്ളത്. കാരണം ഏത് പ്രോഗ്രാം എഴുതിയാലും കണ്ടീഷൻ ചെക്സ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ് ജാവാസ്ക്രിപ്റ്റിൽ ആക്ച്വലി എല്ലാ പ്രോഗ്രാം ലാംഗ്വേജസിലെയും പോലെ തന്നെ, ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല എല്ലാ പ്രോഗ്രാം ലാംഗ്വേജസിലും ഉള്ള പോലെ തന്നെ നെക്സ്റ്റ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ലൂപ്സ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, സോ എന്താണ് ഈ ലൂപ്സ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. സോ ലൂപ്സ് എന്തിനാണെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിൽ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ എഴുതുന്ന കോഡിൽ സെയിം കോഡ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ. ഇപ്പോൾ ഒരു കോഡ് 10 പ്രാവശ്യം എഴുതേണ്ടി വരും എന്നൊക്കെ നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതിയില്ലേ എന്നുള്ളത്. യെസ്, ഫംഗ്ഷൻ ഹെൽപ്ഫുള്ളാണ്. റീയൂസബിൾ കോഡിനൊക്കെ റൈറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഫംഗ്ഷൻ. പക്ഷേ ഫംഗ്ഷൻ കോൾ ചെയ്താലും നിങ്ങൾ ഓരോ എക്സിക്യൂഷനിലും മാനുവലി നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഫംഗ്ഷൻ 10 പ്രാവശ്യം ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണം ഫംഗ്ഷൻ. സോ ഇപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറയിൽ 10 ആയിട്ടുണ്ടെങ്കിൽ 10 തവണ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് പ്രാക്ടിക്കലല്ല. സോ ലൂപ്സ് എല്ലാം ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഈ കോഡ് ഓട്ടോമാറ്റിക്കലി റിപ്പീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ലൂപ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റും. അറയിലെ എല്ലാ ഐറ്റംസും എന്ന് വെച്ചാൽ 10 ടൈംസും കണ്ടീഷൻ ട്രൂ ആകുന്നവരെ ഇതെല്ലാം ലൂപ്സ് യൂസ് ചെയ്ത് ഡൈനാമിക്കായിട്ട് ചെയ്യേണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബേസിക്കലി ലൂപ്സിൻ്റെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ 4 തരം ലൂപ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ജാവാസ്ക്രിപ്റ്റ് മെയിൻലി 4 ലൂപ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോർ ലൂപ്പ്, ഫോർ ഓഫ് ലൂപ്പ്, ഫോർ ഇൻ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൻ്റെ ഒരു സ്മോൾ വേരിയേഷൻ കൂടി ഉണ്ട്, അത് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് ലൂപ്പ് നമുക്ക് പറയാൻ പറ്റും. ഫോർ ലൂപ്പ് ജാവാസ്ക്രിപ്റ്റിൽ ഓൾഡസ്റ്റ് ലൂപ്പാണ്. ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഉള്ള ലൂപ്പാണ് ആക്ച്വലി ഈ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു സർട്ടൈൻ നമ്പർ ഓഫ് ടൈംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാമ്പിൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഫോർ ലെറ്റ് i = 0, i less than 3, i++. പിന്നെ നമ്മൾ എന്താണോ ലൂപ്പ് ചെയ്യേണ്ടത് അത്രയും പ്രാവശ്യം അത്. സോ ഇവിടെ ബേസിക്കലി i = 0, ലെറ്റ് i = 0 നമ്മൾ കൊടുക്കുന്നത്. ഇത് ലൂപ്പിൻ്റെ ഇൻസൈഡിൽ മാത്രം അവൈലബിൾ ആണ് ഈ വേരിയബിൾ i എന്നുള്ളത്. ലൂപ്പിൻ്റെ പുറത്തേക്ക് അൺഅവൈലബിൾ ആണ്. ഓക്കെ, അത് ഇനീഷ്യലൈസ് ചെയ്യണം. നമ്മൾ ഈ i വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷനാണ് എക്സിറ്റ് കണ്ടീഷൻ. നമുക്ക് പറയാൻ പറ്റും കണ്ടീഷൻ ട്രൂ ആയാൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും, ഫോൾസ് ആയാൽ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ തോട്ടാണ്, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക്. സോ ഇവിടെ നമ്മൾ i++ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മൾ i++ എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ എവറി ഐറ്ററേഷന് ശേഷം ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ബേസിക്കലി i ഇൻക്രീസ് വിട്ട് 1 ചെയ്യും, ഇൻക്രിമെൻ്റ് ആയിട്ട് 1 ചെയ്യും. സോ എക്സിക്യൂഷൻ ഫ്ലോ ഇങ്ങനെയാണ്. ഇനിഷ്യൽ i 0 ആയിരിക്കും, പ്രിൻറ്റ് 0 വരും. ഓക്കെ, ഇവിടെ 0 പ്രിൻറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ കൂട്ടി 1 ആക്കി പ്രിൻറ്റ് 1 ചെയ്യും. പിന്നെ ഐയുടെ വാല്യൂ കൂട്ടി പ്രിൻറ്റ് 2 ആക്കി 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ചെക്ക് ഉണ്ട് കേട്ടോ. 2 ലെസ് ദാൻ 3 ട്രൂ ആണ്, അപ്പോൾ പ്രിൻറ്റ് ട്രൂ ചെയ്യും. പിന്നെ ലാസ്റ്റ് i 3 ആക്കി. സോ 3 ലെസ് ദാൻ 3 അല്ല, 3 = 3 ആണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആകും. ഇവിടെ വെച്ചിട്ട് ബേസിക്കലി കണ്ടീഷൻ ഫെയിൽസ് ആയി കഴിഞ്ഞാൽ ലൂപ്പ് അവിടെ വെച്ച് നിൽക്കും. സോ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് 0, 1, 2 ആണ് ഇവിടുത്തെ കേസിൽ നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോർ ഓഫ് ലൂപ്പാണ്. ഫോർ ഓഫ് ലൂപ്പ് ബേസിക്കലി അറേസിനുള്ളതാണ്. ഈ നെക്സ്റ്റ് ലൂപ്പാണ് ഫോർ ഓഫ് ലൂപ്പ്. ഇത് മെയിൻലി അറേസിന് വേണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അറേയിലെ എവറി എലമെൻറ്റിനും കോഡ് റൺ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഫോർ കോൺസ്റ്റ് EL എന്ന് പറഞ്ഞ ഈ പേര് നിങ്ങൾക്ക് മാറ്റാം, ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. EL NL എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ EL എന്ന് കൊടുത്തു. ഓഫ് അറേ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അറേ എന്ന് വെച്ചാൽ അറേ, എന്നിട്ട് കൺസോളോഗ് EL എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ EL റെപ്രസെൻറ്റ് ബേസിക്കലി എന്ന് വെച്ചാൽ കറണ്ട് എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് വേണമെങ്കിലും EL വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലൂപ്പ് റൺസ് വൺസ് പെർ അറേ എലമെൻറ്റ്. അപ്പോൾ കുറച്ചും കൂടി വെരി ക്ലീൻ ആയിരിക്കും, റീഡബിൾ ആയിരിക്കും. സോ ഇപ്പോൾ എൻ്റെ അറിയിൽ 1, 2, 3 എന്നുണ്ടെങ്കിൽ ആദ്യം 1 എടുക്കും EL, പിന്നെ 2 എടുക്കും, പിന്നെ 3 എടുക്കും. അവിടെ വെച്ച് അറേ നിൽക്കും. സോ നമ്മൾ എഴുതേണ്ട അറേയുടെ ലെങ്ത് എത്രയാണെന്നോ അതൊന്നും ചെക്ക് ചെയ്യേണ്ട, ഇത് ടേക്ക് കെയർ ചെയ്തോളും എല്ലാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോർ ഇൻ ലൂപ്പാണ്. ഓക്കെ, ഫോർ ഇൻ ലൂപ്പ് ബേസിക്കലി എന്തിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അറേസ് കഴിഞ്ഞ് ഒബ്ജക്ട്സിലേക്ക് വരുമ്പോൾ ഒബ്ജക്ട്സിലെ ലൂപ്പ് റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫോർ ഇൻ ലൂപ്പ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഫോർ കോൺസ്റ്റ് കീ = ഒബ്ജക്റ്റ്, എന്നിട്ട് കീ ഒബ്ജക്റ്റ് ഓഫ് കീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടുകയും ചെയ്യും. ഇവിടെ ഫോർ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അറേസിലുള്ളതെന്ന് പറഞ്ഞു. ഫോർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒബ്ജക്ട്സിലാണ്. ഇവിടെ കീ ഒബ്ജക്റ്റിലെ ഈച്ച് പ്രോപ്പർട്ടി നെയിമാണ് കീ ഡെനോട്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓഫ് കീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും വരുന്നത്. ഡൈനാമിക്കലി ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നത് വൈൽ ലൂപ്പാണ്. സോ ഐഡിയ സിമ്പിളാണ്. കണ്ടീഷൻ ട്രൂ ആകുന്നവരെ കോഡ് റൺ ചെയ്യുക എന്നുള്ളതാണ് വൈൽ ലൂപ്പിനുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒരു കൗണ്ടർ വേരിയബിൾ മാൻഡേറ്ററി അല്ല, യൂഷ്വലി ബൂളിയൻ കണ്ടീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആയാൽ ലൂപ്പ് ഇവിടെ സ്റ്റോപ്പ് ആവും വൈലിൽ. ആൻഡ് യു ക്യാൻ യൂസ് കൗണ്ടേഴ്സ് ടു, ബട്ട് വൈൽ ലൂപ്പ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ സ്റ്റേറ്റ് ബേസ്ഡ് ലൂപ്പിംഗ് നമുക്ക് പറയാൻ വയ്ക്കാൻ പറ്റും. സോ സമ്മറി ബേസിക്കലി പറഞ്ഞാൽ ഫോർ ഓഫ് ലൂപ്പ് നമ്മളുണ്ട്. ഫിസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് ഉണ്ട്. ഫോർ ഓഫ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ അറേസിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ ഇൻ ലൂപ്പ് ഒബ്ജക്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് കണ്ടീഷൻ ബേസ്ഡ് എക്സിക്യൂഷൻ ആണ്. സോ ഈച്ച് ലൂപ്പ് ആസ് ഇറ്റ്സ് ഓൺ പർപ്പസ് എന്ന് പറയാൻ പറ്റും. സോ ഇതാണ്
ജാവാസ്ക്രിപ്റ്റിലെ മെയിൻ 4 ടൈപ്പ് ലൂപ്പ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പ്രാക്ടീസ് ലൂപ്പ്, അണ്ടർസ്റ്റാൻഡ് ഫ്ലോ ആൻഡ് കീപ് കോഡിങ്. താങ്ക്സ് എ ലോട്ട്. ബൈ.